എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഞങ്ങളുടെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് നിങ്ങളായിട്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം. കുടുംബത്തിലെ എന്ന് പറഞ്ഞാൽ അമ്മയുണ്ട്, ഞാൻ ഉണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു 6 മാസങ്ങൾക്ക് മുൻപ് ഇതേപോലെ ഗുരുവായൂർ പോവുകയാണ്. സന്ധ്യയ്ക്കാണ് പോണത്. അപ്പോൾ വൈകിട്ട് തൊഴുത് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അങ്ങനെ പോയി ചെറിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് സുഖമായിട്ട് ഭഗവാനെ തൊഴുത് പുറത്തിറങ്ങാൻ സാധിച്ചു. ഏകദേശം 7:30 കഴിയുന്നതോട് കൂടെ ഞങ്ങൾ വൈകിട്ട് പുറത്തിറങ്ങിയ സമയത്ത് നമ്മൾ ആ ഭഗവതിയുടെ ആ സൈഡിൽ കൂടിയാണല്ലോ നമ്മൾ പുറത്ത് കിടക്കുക. അവിടുന്ന് കടന്ന് പുറത്തേക്ക് കിടന്ന് നോക്കുമ്പോൾ നമ്മുടെ രാത്രിയിലത്തെ അന്നദാനത്തിൻ്റെ വരി ഏകദേശം നമ്മുടെ കുളത്തിൻ്റെ പകുതിയിലെത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈഫും അമ്മയൊക്കെ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ചേച്ചിയും കൂടെ പറഞ്ഞു ശരി നമുക്ക് നോക്കാം, ഭഗവാന്റെ ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ചെന്ന് വരിയിൽ നിന്നു. അപ്പോൾ ഞങ്ങൾ ഞാൻ നിൽക്കുന്നു, എൻ്റെ പുറകിൽ എൻ്റെ കുടുംബമുണ്ട്, മുൻപിലായിട്ട് വേറൊരു കുടുംബം വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ ഒരു പുറകിലായിട്ട് നിൽക്കുന്നത് ഒരു മോളാണ്, ഒരു 17-18 വയസ്സായ ഒരു പെൺകുട്ടി. അപ്പോൾ ഈ കുട്ടി മൊബൈലിൽ കളിക്കുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ചിരിച്ചും കളിച്ചൊക്കെ വർത്തമാനം പറഞ്ഞ് എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ ഈ മോള് ഈ വരിയിൽ നിന്ന് ഇങ്ങനെ തെറ്റിയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും കറക്റ്റ് വരിയിൽ നിൽക്കുന്നു, ഈ കുട്ടി മാത്രം ഇങ്ങനെ തെറ്റി നിൽക്കുന്നു, വലത്തോട്ടായിട്ട് തെറ്റി നിൽക്കുന്നു. അപ്പോൾ ഞങ്ങളോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു മോളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. മോള് പറഞ്ഞു കോഴിക്കോടാണ്. കോഴിക്കോട് എവിടെയാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ കൊടുവള്ളി പോണ വഴിയിലാണ്. കാരണം ഞാൻ കുറച്ച് നാൾ കോഴിക്കോട് ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ ചോദിച്ചു. അപ്പോൾ കൊടുവള്ളി പോണ വഴിയിലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ തെറ്റി നിൽക്കുകയാണല്ലോ. എവിടുന്നോ ഒരു ചേച്ചി, നല്ല ഐശ്വര്യമുള്ളൊരു അമ്മ എന്ന് വിളിക്കാം, കാരണം അത്ര പ്രായമില്ല എന്നാൽ ഓവർ ഏജ് അല്ല, അത്യാവശ്യം ഏജ് ആയിട്ടുള്ളൊരു ചേച്ചി. അങ്ങനെ ഒരു ചേച്ചി ഒരു ചെറിയൊരു കവർ കയ്യിലുണ്ട്. എവിടുന്നോ വന്നു, ഈ മോളുടെ അടുത്ത് വന്നിട്ട് മോളുടെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു മോളെ വരിയിൽ കയറി നിൽക്ക്, അവിടെ വേറെ ആരെങ്കിലും കയറി നിന്ന് കഴിഞ്ഞാൽ മോൾക്ക് ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി തന്നെ, ആ വന്ന ചേച്ചി തന്നെ മോളെ ചേർത്ത് പിടിച്ച് ആ വരിയിലേക്ക് നിർത്തിയിട്ട് ആ ചേച്ചി പോയി. എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി, പിന്നെ ഞങ്ങൾ ആരും ഈ ചേച്ചിയെ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആകെ വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്, അത്ര വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ ഭാഗത്ത്, അവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാലോ. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ചേച്ചിയെ പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കുട്ടി തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ അയ്യോ അത് എവിടെ പോയി, ആ ചേച്ചി എവിടെ പോയി, കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും തിരിഞ്ഞു നോക്കുന്നുണ്ട്, അവരുടെ ഫാമിലി നോക്കുന്നുണ്ട്, കാണുന്നില്ല. അപ്പം എന്നിട്ട് ലാസ്റ്റ് ആ കുട്ടിയുടെ വയലിൽ നിന്ന് തന്നെ കുട്ടി ഇനി ഭഗവാനാണോ കൃഷ്ണനാണോ എന്നുള്ള രീതിയിൽ ആ കുട്ടി തമാശ രൂപേണായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ തോന്നിയതായിരിക്കും, ആ കുട്ടി ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾ അപ്പോൾ മൊത്തത്തിലൊന്ന് നോക്കി, കാണാനില്ല. അവരുടെ ഫാമിലിയിലുള്ളവരും നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്, കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടി തമാശ രൂപേണ തന്നെ പറയുന്ന മറ്റേ നന്ദനത്തിലെ ഡയലോഗ് ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ആ ചേച്ചീനെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഒരു 2 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകണു, വരി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ചർച്ച മുഴുവനും അവിടെ എത്തുന്നവരെ ഇത് തന്നെയാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരും സംസാരിക്കുന്നുണ്ട്, ഞങ്ങളും ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരിയുടെ അവസാനം എത്താറായി. അപ്പോൾ കുറച്ച് പേരും കടത്തിയതിന് ശേഷം സെക്യൂരിറ്റിക്കാരൻ ചേട്ടൻ വന്നിട്ട് അത് ക്ലോസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, ഇനി എത്ര ആൾക്ക് ഇരിക്കാൻ പറ്റും നോക്കട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും പോയി അദ്ദേഹം നോക്കി വന്നതിന് ശേഷം പറഞ്ഞു ഒരു 10 ആൾ കടത്തി വിടാൻ പറഞ്ഞു, 10 ആൾ പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ 10 ആൾ കടന്നു. ഈ 10ാമത്തെ ആൾ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ആ മോളായിരുന്നു, ആ പെൺകുട്ടിയായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന, അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം അടിയുറച്ച് ഉറപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. കാരണം ആ കുട്ടിയോടാണ് വന്നിട്ട് പറഞ്ഞത് മോളുടെ മുന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറിക്കഴിഞ്ഞാൽ മോൾക്ക് ഭക്ഷണം കിട്ടില്ല എന്ന് പറഞ്ഞത്. അവിടെ ക്ലോസ് ചെയ്തു, ഞങ്ങളോട് പറഞ്ഞു ഭക്ഷണം തീർന്നു എന്ന് പറഞ്ഞു ആ സെക്യൂരിറ്റിക്കാരൻ ചേട്ടൻ. ഇന്നത്തെ അന്നദാനത്തിൻ്റെ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ ഭക്ഷണം തീർന്നു, ഇനി ഇല്ല എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങളുടെ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ ഒരു മിനിറ്റ് കൂടെ നിന്നു, എങ്ങാനും നമ്മൾക്ക് ഇനി സീറ്റ് ഉണ്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ രണ്ടാമത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇല്ല കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങളത് വീണ്ടും റിവൈൻഡ് ചെയ്ത് നോക്കിയത്. കാരണം ആ ചേച്ചി വന്നതും ഈ കുട്ടിയോട് പറഞ്ഞതും ആ കുട്ടീനെ അവിടെ കയറ്റി നിർത്തിയതും ഒക്കെ ഞങ്ങൾ റിവൈൻഡ് ചെയ്ത് വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും അത് ഒരു ഭഗവാൻ തന്നെയല്ലേ, ഭഗവാൻ ഒരു അമ്മയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ രൂപത്തിലോ വന്നിട്ട് ആ കുട്ടിയെ അവിടെ കയറ്റി നിർത്തിയിട്ട് പോയതല്ലേ എന്നൊരു ചിന്ത, അല്ലെങ്കിൽ അടിയുറച്ച് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത്.
ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാനും സഹധർമ്മിണിയും കൂടി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ പറയണത് കേട്ടിട്ടുമുണ്ട്. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പലവരും ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയിട്ടും മറ്റുള്ള രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾക്കത് അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റുന്നത് അത് ഭഗവാൻ തന്നെയായിരുന്നു എന്നുള്ളത്. അതെൻ്റെ വിശ്വാസമാണ്, ഞങ്ങളുടെ വിശ്വാസമാണ്. മറ്റുള്ളവർക്ക് വിശ്വാസമില്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം, അത് അവരുടെ കാര്യം. വിശ്വാസികളായ നമ്മളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളിപ്പോഴും അത് പൂർണ്ണമായിട്ടും ഭഗവാൻ തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കാൻ അവിടെ ഒരു കാരണമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോഴും അത് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ നമ്മൾ പലവരും പല രീതിയിൽ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് പറയാം. വിശ്വാസമില്ലാത്തവരുടെ അനുഭവങ്ങൾ അവർ പറയും, അത് ഞാൻ മൈൻഡ് ചെയ്യണില്ല, അതെന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. വിശ്വാസമുള്ളവർക്കും അനുഭവം ഉണ്ടായിരുന്നവർക്കും ഇതിൽ വന്നിട്ട് പറയാം. പിന്നെ ഈ വീഡിയോ ഇതിപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് ഈ പറഞ്ഞ കുട്ടി അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആ മോളുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ അടുത്ത് എത്താം. അപ്പോൾ ആ കുട്ടിയുടെ അനുഭവം ആ കുട്ടിയും പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ചിലപ്പോൾ ഭഗവാൻ അത് ആ കുട്ടിയിലേക്ക് എത്തിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊരു അനുഭവം എനിക്ക് നേരിട്ടുണ്ടായിരുന്ന ഒരു അനുഭവമാണ്. ഞാനും എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കാരണം ഈ സാഹചര്യം ഭഗവാൻ കൃഷ്ണൻ്റെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഭഗവാന്റെ ലീലകൾ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അത് ഏത് രീതിയിലായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. എൻ്റെ അനുഭവങ്ങളുള്ളവർ ഇതിൽ അടിയിൽ വന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം, ഒക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. എനിക്കിങ്ങനെ ഇപ്പോൾ ഈ 6 മാസങ്ങൾക്ക് ശേഷമാണ് എനിക്കിത് തോന്നിച്ചത്, എനിക്കിതൊന്നും ഇവിടെ പറയണം എന്നുള്ളത്. കാരണം എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ മറ്റൊരു ഇതിലായിരുന്നു. അപ്പോൾ അത് ഓർമ്മയിലേക്ക് വരാതെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അത് എൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് ഞാനത് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഉള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറയുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വേറെ കൂടുതലൊന്നുമില്ല. വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം.